ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു 8-10 ചെറുപഴം അല്ലെങ്കിൽ മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും അതോടൊപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് ആട്ടയാണ് ചേർത്തിട്ടുള്ളത്. അത് ആദ്യം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാവുക. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു തിക്നെസ്സും പോരാ, അപ്പോൾ കുറച്ച് 1/2 കപ്പും കൂടെ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് ഒരു ഭയങ്കര ലൂസിലും ആവരുത്, എന്നാൽ ഭയങ്കര കട്ടിയിലും ആവരുത്. അതിന് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ആ സ്പാച്ചിലിൽ നിന്ന് വീഴുന്ന ഒരു പരുവം നിങ്ങൾ നോക്കുക. ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ നല്ല അടിപൊളി അപ്പമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വയ്ക്കുക. നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അത് സ്പൂണിൽ നിന്ന് വീഴുന്ന ഒരു പരുവം നിങ്ങൾ കണ്ടില്ലേ, അത്ര ഒരു തിക്നെസ് വേണം. അതായത് ഭയങ്കര കട്ടിയാവരുത്, എന്നാൽ ഭയങ്കര ലൂസും ആവരുത്. ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ നല്ലൊരു പാകത്തിന് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. ഈ രീതിയിൽ നമുക്ക് എല്ലാ ബാറ്ററും ചെയ്തെടുക്കാം. ഇതാ ഇത്ര ബാറ്റർ കൊണ്ട് ഇത്ര അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇനി നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ലെങ്കിൽ ഫുള്ളായിട്ട് ആട്ടയും ചേർത്ത് കൊടുക്കാൻ നോ പ്രോബ്ലം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.